അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കൽ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടായിത്തീരാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടായിത്തീരാൻ നിങ്ങൾ സലാം പറയലിനെ വ്യാപിപ്പിക്കുക. അഫ്ശു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ പരസ്പരം സലാം പറയൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടായിത്തീരാൻ കാരണമാകും. അതുകൊണ്ട് പരസ്പരം സലാം പറയുക എന്നുള്ളത് സ്നേഹമുണ്ടായിത്തീരാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു മാർഗമാണ്. സലാം പറയൽ മാത്രമല്ല, കൈ കൊടുത്തുകൊണ്ട് മുസാഫഹത്ത് ചെയ്യലും വലിയ പുണ്യമുള്ള സുന്നത്തായ കർമ്മമാണ്. നമ്മൾ പലപ്പോഴും സലാം പറയാറുണ്ടെങ്കിലും കൈ കൊടുക്കാൻ മറക്കാറുണ്ട്. അത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇനി കൈ കൊടുക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അതുപോലെ തന്നെ സലാം പറയുന്ന സമയത്ത് നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ചു വേണം സലാം പറയാൻ. എങ്ങനെയെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം ഒരു പരിപൂർണ സലാമായി എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. നമ്മൾ സലാം പറയുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തന്നെ പറയണം. മടക്കി പറയുന്ന സമയത്ത് വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ അധികമാക്കി പറയലും വളരെ നല്ലതാണ്, സുന്നത്തായ കാര്യമാണ്. നമ്മൾ ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് അതിനെ മടക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കുക എന്നുള്ളത് നിർബന്ധമായ കർമ്മമാണ്, നിർബന്ധമായ കാര്യമാണ് സലാം മടക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.